ആവശ്യത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോയേക്കാവുന്ന കുറച്ച് ബേസിക് നീഡ്സ് ഇല്ലേ നമുക്ക്, ലൈക്ക് ഫുഡ്, വാട്ടർ, വായു, അങ്ങനെയൊക്കെ. അല്ലാണ്ട് നമ്മുടെ ലൈഫിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ബേസിക് നീഡ്സും ഉണ്ട്, ലൈക്ക് ലവ്, കെയർ, സപ്പോർട്ട്, പീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലത്തെ ഒരു ബേസിക് നീഡാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. അതില്ലെങ്കിലും നമ്മൾ മരിച്ചൊന്നും പോകില്ല, പക്ഷേ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡൗട്ടായിരിക്കും. കാരണം ഒരാളുടെ സെൽഫ് എസ്റ്റീമിൻ്റെ ലെവൽ അനുസരിച്ചിട്ടാണ് അയാളുടെ വർക്ക് പ്ലേസിൽ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ആൾ ലൈഫിൽ സക്സസ് ആവാനുള്ള ചാൻസ് എത്രയാണ്, ലൈഫിൽ വരുന്ന ചലഞ്ചസിനെയും റിസ്കിനൊക്കെ അയാൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ ലെവലാണ് ശരിക്കും അയാളുടെ പേഴ്സണൽ ലൈഫിൽ അയാളുടെ പാർട്ട്ണറിനോടും കുട്ടികളോടും ഫ്രണ്ട്സിനോടൊക്കെ എത്ര ഹെൽത്തി റിലേഷൻഷിപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നൊക്കെ. സ്റ്റഡീസ് പറയുന്നത് ഹൈ ഇൻ്റലിജൻസും ലോ സെൽഫ് എസ്റ്റീമുള്ള ഒരാളെക്കാളും ഇൻ്റലിജൻസ് കുറവാണെങ്കിലും ഹൈ സെൽഫ് എസ്റ്റീമുള്ള ഒരാളാണ് ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ലൈഫ് ലീഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ എന്നാണ്.